അതെ, നമ്മൾ സോഫാർ, മൈക്രോടെക് ഈ രണ്ടെണ്ണം, അതേപോലെ മുമ്പ് വെച്ചിട്ടുള്ള ഡയോഡ് ഇൻവെർട്ടറുകൾ, ഇതൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളത് സോളാർമെൻ ബിസിനസ്സിലാണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ, അതായത് വൈഫൈ കട്ടായി അല്ലെങ്കിൽ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു, നെറ്റ് കണക്ഷൻ മാറി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ വൈഫൈ റീകോൺഫിഗറേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഗ്രൂപ്പിൽ ഇട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് നോക്കിയിട്ട് അതുപോലെ ഇനി ചെയ്യാവുന്നതുള്ളൂ. എല്ലാ സൈറ്റിലേക്കും എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്, എൻ്റെ മൊബൈലിൽ ഞാൻ ചെയ്യുകയാണ്, ആദ്യം ചെയ്യാനുള്ളത് AC സൈഡ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. AC സൈഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഞാനത് ഇവിടെ ചെയ്യുന്നില്ല, AC സൈഡ് ഓഫ് ചെയ്യുന്നില്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടറാണ്. AC സൈഡ് ഓഫ് ചെയ്യുന്നില്ല, AC സൈഡ് ഓഫ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ വാക്കാലെ പറയുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൊബൈൽ കണക്ഷനിലെ നെറ്റ് ഓഫ് ചെയ്യണം. നമ്മുടെ നെറ്റ് ഡാറ്റ, മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തു. ഇനി വൈഫൈയിൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈയുടെ റേഞ്ചുകളൊക്കെ ഇതിൽ വരും. അപ്പോൾ നമുക്ക് ഈ AP, അത് പലതിനും പല ഇതായിരിക്കും. ഇതുമേ ഈ നമ്പർ തന്നെ, ഈ ഡിവൈസുമേയുള്ള ഈ നമ്പർ തന്നെ നമുക്ക് മൊബൈലിൽ റേഞ്ച് വരും. AP എന്ന് പറഞ്ഞിട്ട് റേഞ്ച് വന്നിട്ടുണ്ടാവും. അതെടുക്കുക, അത് കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്യാനുള്ള പാസ്വേഡ് ഇതുമ്പോൾ തന്നെ ഉണ്ടാവും. PWD എന്ന് പറഞ്ഞിട്ട് ഒരു പാസ്വേഡ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എൻലാർജ് ചെയ്ത് ഒന്ന് പൊട്ടി പിടിച്ചാൽ മതി. കാണാൻ പറ്റണ്ട എത്രയ്ക്ക്? 18 FE സ്മോൾ ലെറ്റർ അല്ലേ? FE 3 DEF. ഞാനത് കണക്ട് ചെയ്യാൻ പോവാണേ. ഇത് കണക്റ്റിംഗ് വന്നിട്ടുണ്ട്. നോ ഇൻ്റർനെറ്റ് കണക്ഷൻ കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് വൈഫൈ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ പേര് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിൽ 10.10.254 അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരും. കണ്ടോ? ആ പേജ് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ ഒരു പാസ്വേഡും യൂസർ നെയിമും ചോദിക്കും. അത് രണ്ടും അഡ്മിനാണ്, സ്മോൾ ലെറ്റർ അഡ്മിൻ, ADMIN. ഓക്കെ, അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമതായിട്ട് വിസാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതേവിടെ പാസ്വേഡ് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഓൾറെഡി ഉണ്ട്, രണ്ടും അഡ്മിൻ തന്നെയാണ്, പാസ്വേഡും യൂസർ ID ഒക്കെ. അത് ഞാൻ സൈൻ ഇൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വന്നു. ഈ മുകളിലത്തെ കള്ളിയിൽ ഞാൻ സൂം ചെയ്ത് തരാം. ക്ലിയർ ആണോ? മുകളിലത്തെ കള്ളിയിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റിൻ്റെ വൈഫൈ കണക്ഷൻ്റെ പേരുകളൊക്കെ വന്നിട്ടുണ്ടാവും. അതിലേതാണോ നമ്മുടെ വൈഫൈ, നമുക്ക് കണക്ട് ചെയ്യേണ്ട വൈഫൈ, ഇപ്പോൾ അത് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന് മുകളിലത്തെ കള്ളിയിൽ ആ വൈഫൈയുടെ പാസ്വേഡ് അടിക്കണം. ആ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ അടിക്കുന്നില്ല, പാസ്വേഡ് തെറ്റിന്ന് പറയണ്ടെന്ന് വെച്ചിട്ട്. വിസാർഡ് എടുത്തു, നെറ്റിൻ്റെ പേരുകൾ ഇപ്പോൾ ഇവിടെ വരും. ഒരു പേരെടുത്തു, അതിൻ്റെ ഇതിൻ്റെ നെക്സ്റ്റ് അടിച്ചു. അതിൻ്റെ പാസ്വേഡ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ അത് ഓക്കെ അടിക്കില്ല, കാരണം പാസ്വേഡ് കറക്റ്റ് ആയിരിക്കില്ല. എന്നിട്ട് ഷോ പാസ്വേഡ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്കുന്നത് എന്താണെന്നുള്ളത് കാണാം. വേറെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. നെക്സ്റ്റ് അടിച്ചു, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോയി. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. വീണ്ടും നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഓക്കെയാണ് വരിക.
ഈ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ലൈറ്റുകൾ കെട്ടുപോകും. ആ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് കണക്ഷൻ വിട്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഓക്കെ അടിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ 3 ലൈറ്റുകൾ കെട്ടുപോകും. എന്നിട്ട് 1 by 1 ആയിട്ട് ഓരോ ലൈറ്റുകൾ കത്താൻ തുടങ്ങും. അതിൽ നെറ്റിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കോൺഫിഗറേഷൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ വൈഫൈ ക്ലോസ് ചെയ്തിട്ട് നെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റിലേക്ക് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, 20-25 മിനിറ്റ് എടുക്കുന്ന സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മൊബൈലിൽ കിട്ടാൻ തുടങ്ങും. അത് സോഫാർ മുമ്പ് വെച്ചിട്ടുള്ള ഡൈകൾ, കുറച്ച് പഴക്കം വന്നിട്ടുള്ള ഡൈകൾ, പിന്നെ മൈക്രോടെക്, ഇതിൻ്റെ ഒക്കെ കോൺഫിഗറേഷൻ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, സോളാർമെൻ ബിസിനസ്സിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സ്റ്റോപ്പ്.